പണ്ട് എൻ്റെ ഒരു വലിയ സംശയമായിരുന്നു ക്രിക്കറ്റ് കളിക്കാർക്ക് എന്താ മീശയില്ലാത്തെന്നുള്ളത്. ഇപ്പോഴും ഇല്ല. സ്കിൻ ടോണിൽ വരെ പറഞ്ഞവർ, ഞാൻ പുറത്തല്ല പറയുന്നത്, നമ്മുടെ മീഡിയക്കകത്തുള്ളവരുണ്ട്. ധൈര്യമായിട്ട് പേര് പറയൂ. അതിന് അന്ന് ഉണ്ടായിരുന്ന 2 മണിക്കൂറിന് പകരം ഇപ്പം നമുക്ക് കിട്ടുന്ന വെച്ചാൽ 30 സെക്കൻഡ് റീൽ കട്ട്. ആ 30 സെക്കൻഡിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണ് ഇവിടുത്തെ ഓരോ ചോദ്യവും. ഇല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടുവരേണ്ടി വരും. അതെ, സിനിമ ലഭിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ 25,000 രൂപ പറ്റിച്ചുകൊണ്ട് പോയി. അന്ന് അതിന് കുറെ കാലം മുമ്പ്, നമുക്ക് ജോലിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. 25,000 രൂപ അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് 25,000 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് അയാൾ ഇങ്ങനെ വെച്ചിട്ട് അയാൾ അവിടെ മൂന്ന് അപ്പിയറൻസ് കുറച്ച് അതിന് മുത്തച്ഛനെയാണ് എനിക്ക്. ഓക്കെ, അപ്പൊ ഹായ് എവരിവൺ, വെൽക്കം ടു ദി മാറ്റ് പ്രാ ഷോ. ഓക്കെ, ഇന്ന് ഓക്കെ കൈയടി അടിച്ചിട്ടില്ല. കഴിച്ചില്ല. ഓക്കെ, പണ്ട് ഈ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നൊക്കെ ഉള്ള ചാനൽ ഷോസ് ഒക്കെ ഇല്ലേ, അവർ ഓട്ടോമാറ്റിക്കലി ഇടുമായിരുന്നു ചിരിയും കൈയടിയും. ഇതിവിടെ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരുന്നു. പക്ഷെ ഇതിനൊന്നും അതിന് വേണ്ടി വിലയില്ല. അതാണ് ഏതിനാണ് ക്യൂട്ട്നെസ് അല്ല കൈയടിക്കാൻ. ഓക്കെ, ആക്ച്വലി ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആരാണെന്നുള്ളത്, പക്ഷെ നിങ്ങൾ ഓൾറെഡി കണ്ടു. വിജയ് ആണ് നമ്മുടെ കൂടെ. RJ വിജയ് ആണ് ഇപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത്. വിജയ്, എനിക്ക് ഫസ്റ്റ് ചോദ്യം, എങ്ങനെയാണ് വിജയ്ക്ക് ഇത്രയ്ക്കുള്ളൊരു ധൈര്യം വന്നത്? നിങ്ങളുടെ മുമ്പ് ഇരിക്കാനാണോ? എനിക്കറിയാം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതല്ല. എൻ്റെ ക്വസ്റ്റ്യൻ മമ്മൂക്കായിട്ടുള്ള ഒരു ഇന്റർവ്യൂ, അതില് പെട്ടെന്ന് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് വന്നു. ആക്ച്വലി എനിക്ക് തോന്നിയെന്നറിയോ, നോക്കുമ്പോഴത്തേക്കും ഒക്കെ ഒരു പാവം കൊച്ച്, എനിക്ക് അധികം ആ കുട്ടീനെ ഏറെ കയറ്റാനോ താല്പര്യമില്ല, ഒരു നിഷ്കളങ്കമായ ഒരു മുഖം, ആണല്ലേ? അങ്ങനൊന്നുമല്ല. പെട്ടെന്ന് എല്ലാ സത്യം പറയാൻ. എനിക്കൊന്ന് ബേസിക്കലി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞാൻ മീശ സെറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഒരു സൈഡ് കേറിപ്പോയി, അങ്ങനെ എന്തോ സംഭവിച്ചതായിരുന്നു. പറ്റിപ്പോയൊരു അബദ്ധമാണ്. കൊള്ളാന്ന് പറഞ്ഞു, അത് രസമുണ്ട്. ആരും കളിയാക്കിയില്ല. ജിഞ്ചുവിന്റെ അഭിപ്രായം എന്തായിരുന്നു? ഞങ്ങൾ ഷേവ് ചെയ്തു, ഞങ്ങളെ ആരും കളിയാക്കാറില്ല. കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലല്ല, ഇത് കോമൺ ആയിട്ടൊരു കാര്യമാണ്. ഇപ്പം ബോയ്സ് ആരെങ്കിലും ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എയർ കയറ്റും. ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് പറയാം. അല്ല, ഇത് നമുക്ക് മലയാളികൾക്കേ ഉള്ളൂ പ്രശ്നം. ഈ പറഞ്ഞല്ലോ, സൗത്ത് ഇന്ത്യ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമൽ. ഇപ്പൊ ഏതൊരു ഹിന്ദി നടനെ എടുത്ത് ഇപ്പോഴാണ് കുറച്ചുകൂടെ മാറ്റം വന്നത്. പണ്ട് മീശയില്ലാത്ത നടന്മാരായിരുന്നു അവരുടെ ഒരു ട്രെൻഡ്. ഇപ്പം സൽമാൻ ഖാൻ ആയിരുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ അമീർ ഖാൻ ആണെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിക്കോ, മീശയില്ല. പണ്ട് എൻ്റെ ഒരു വലിയ സംശയമായിരുന്നു ക്രിക്കറ്റ് കളിക്കാർക്ക് എന്താ മീശയില്ലാത്തെന്നുള്ളത്. സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ആയിരിക്കുമല്ലോ അല്ലേ? ഒരു സമയത്തില്ലായിരുന്നു. ഭയങ്കര പ്രശ്നമാണ്. അതൊരു വലിയ ചോദിച്ചായിരുന്നു. ഇപ്പോഴും ഇല്ല. പുള്ളിയെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് ഗ്രോത്ത് ചെയ്യാൻ മറന്നുപോയി. അപ്പോ ഇപ്പോ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഈ ചളി ഡിലീറ്റ് ചെയ്യോ? ഇതോടുകൂടി യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിന്റെ ഒരു കാലഘട്ടവും സാഹചര്യമൊക്കെ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തീർച്ചയായിട്ടും പ്രൊഫഷൻ വൈസ് ഹാപ്പി ആണെന്നുള്ളത് നമ്മൾ വീഡിയോസ് കാണുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. അല്ല, നമുക്കെപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഞാൻ ബേസിക്കലി എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതൊക്കെ വിട്ടിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. ആശ്വാസത്തിനൊരു ആശ്വാസം ശ്രദ്ധിച്ചല്ലേ. അപ്പോൾ ഈ ബേസിക്കലി ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂ ഞാൻ നാളെ ഒരു വലിയ ഇന്റർവ്യൂർ ആവുമെന്നോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പേഴ്സൺ ആവണോ എന്നോ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഓണസ്റ്റ്ലി ഇപ്പൊ ഒരു ആക്ടർ ആവാനാണോ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും സിനിമയിൽ ഉണ്ടാവണം, എഴുതണം, അഭിനയിക്കണം എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അംബീഷൻ, ഒരു ലൈഫ് ലോങ് അംബീഷൻ എന്ന് പറയുന്നത് അതാണ്. അതിലേക്കൊരു ചൂടായിട്ട് മാത്രമേ ഞാൻ ഹോണസ്റ്റ്ലി ഇതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, പിന്നെ എനിക്ക് പറഞ്ഞില്ലേ, ചോദ്യം ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, വർത്തമാനം പറയാൻ ഇഷ്ടമായതുകൊണ്ട്. ഞാൻ നേരത്തെ ക്ലബ് ഓഫ് എമ്മിൽ RJ ആയിരുന്നു ഒരു 4 കൊല്ലത്തോളം. കോഴിക്കോട് മോർണിംഗ് ഷോ ആയിരുന്നു. അപ്പം ദൈവാധീനം കൊണ്ട് സംസാരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ചോദിച്ചു പോകാൻ. പിന്നെ സിനിമ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് സിനിമയിൽ നമുക്ക് അറിവുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ഫീൽഡിലേക്ക് വരുന്ന കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഫിലിം സെഗ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കരിയർ ആയിക്കോട്ടെ, ഇപ്പോൾ VJ ആയിട്ടോ RJ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് കുറേ കാര്യങ്ങളിൽ ഹെൽപ്ഫുള്ളാണ്. ഏതെങ്കിലും രീതിയിൽ അത് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ
ഓക്കെ അവരെപ്പോഴും കാണുന്നൊരു ഫേസാണ്, അതുകൊണ്ട് അവനൊരു എപ്പോഴും ഒരു കോമൺ നമുക്ക് പരിചയമുള്ള ഒരാളാണ്. ചിലപ്പോൾ നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തിപ്പെടാം, അങ്ങനെ ചാൻസ് തോന്നുന്നുണ്ട്. അല്ല അതിപ്പോൾ നോർമലി ഇപ്പോൾ സിനിമയും ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് എനിക്ക് നാളെ ആരും സിനിമയിൽ ചാൻസ് തരണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇവിടെ കൊണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റീൽസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഡിജിറ്റലി എൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ റീൽസ് ചെയ്യുന്ന ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വാഴ എന്ന് പറയുന്നൊരു പടത്തിനകത്ത് പടം ഇപ്പോൾ ഇറങ്ങിയിട്ട് അതിനകത്ത് മൊത്തം സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉള്ളവരാണ്, ആഷർ ഉൾപ്പെടെ ഉള്ളവരാണ്, അവരെല്ലാം റീൽ ചെയ്ത് വന്നവരാണ്. അപ്പോൾ ആ ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഇവനെ ഇപ്പം ഞാൻ ചെന്നിട്ട് ഇപ്പം നോർമലി ഒരാളോട് ചെന്നിട്ട് സാറേ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കുന്നതും ഇപ്പം ഞാൻ ചെന്ന് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവർ എവിടെയോ നമ്മൾ കോമൺലി ഞാൻ കണ്ടുവരുന്നൊരു സാധനം, ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന സമയത്ത് ഇയാളെ ഞാൻ എവിടെയോ അങ്ങ് പോവും, ഇതാരാണ് കിട്ടുന്നില്ല. അത്രയും ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ നമ്മളിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഇയാളെ ഞാൻ എവിടെയോ അതേ സംഭവിക്കാറുള്ളൂ. ആ ഒരു ഇതിൽ നിന്ന് മാറി അപ്പം അത്രയും ഒരു ഫേസ് വാല്യൂ വന്നു. അപ്പം സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് കുറേ കൂടെ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ഇവരെങ്കിലും കുറേ തവണയെങ്കിലും നമ്മൾ വന്നിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ധ്യാൻ ശ്രീനിവാസനെ ഞാൻ എങ്ങാണ്ട് ഒരു 9 തവണ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആസിഫിക്ക് എങ്ങാണ്ട് ഒരു 8 തവണ. അത്രയും നമുക്കൊരു പറഞ്ഞൊരു ഫേസ് ബന്ധമായിട്ടുണ്ട്. അപ്പോൾ ആ ഫേസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ശരി ഇവനല്ലേ പറഞ്ഞോണ്ട് ഇവനെ കുറച്ച് പേർക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾ കുറേ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പം ഇപ്പം ഡയറക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരോട് അവസരങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? ലിറ്ററലി സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ എനിക്ക് കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. അത് എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? ഇപ്പൊ പേടിക്കണ്ട, അല്ല എന്ത് കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കണോ എന്നുള്ളതാണ്. അല്ല ധൈര്യമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും റെഡിയാണ് കേൾക്കാനായിട്ട് എന്തും കുറച്ചൊക്കെ. കുറച്ച് ബോഡി ഷേമിങ് ആയാല് വീട്ടുകാരെ കരയും. ഇത് ഭീകരട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് നമ്മള് പ്രത്യേകിച്ച് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ഫ്യൂച്ചർ ഇത് നമ്മുടെ ഒരു മീഡിയയുടെ അടുത്തൊരു ഗ്രോത്ത് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റാണ്. കാരണം സ്പോട്ടിഫൈ പോലുള്ള വൻകിട കമ്പനികൾ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു 6-7 മാസം മുമ്പ് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു സ്പോട്ടിഫൈയുടെ. അതൊരു ഭീകരമായിട്ട് യൂട്യൂബ് പോലെ റവന്യൂ ജനറേറ്റ് ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് വലിയ രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഇതായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവർ. സോ പോഡ്കാസ്റ്റ് ഇസ് എ ബിഗ് ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഒരു പ്രശ്നം കൂടി ഞാൻ പറയുന്നത് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗ്യം. ഇപ്പം നമ്മളൊരു വിഷയത്തെ കൂടി എടുത്ത് പറയുമ്പോൾ നമുക്ക് 4 പേർക്ക് 4 അഭിപ്രായമായിരിക്കും. അപ്പോൾ അതിൽ താങ്കളുടെ അഭിപ്രായം ഒരിക്കലും കേട്ടോണ്ടിരിക്കുന്നവനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അല്ല, ഇവന് അതിനെ നിഷ്ഠമായിട്ട് നിങ്ങളുടെ കമൻറ്റിൽ വന്നിട്ട് ചീത്ത പറയും. അത് ഷുവർ ആയിരിക്കും. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, ഇപ്പം നമുക്കൊരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കൊരു അഭിപ്രായം, വിജയ്ക്കൊരു അഭിപ്രായം. പക്ഷേ വിജയുടെ അഭിപ്രായത്തിന് എനിക്ക് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാം, ഇതാണ് എൻ്റെ അഭിപ്രായം. വിജയ് പറഞ്ഞത് ഓക്കെ, അത് വിജയുടെ അഭിപ്രായം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ലൊരു അഭിപ്രായം. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നു തോന്നുന്നുണ്ടോ? ഇവിടെ ഒരിക്കലും ഇല്ല. അത് മാറുമെന്നോ അല്ലെങ്കിൽ നന്നാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു അത് അവർ തന്നെ ചിന്തിക്കണം. ഇത് എന്തിനാണ് ഞാൻ വന്ന അവരെ ചീത്ത. ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ കുറേയൊക്കെ ഫ്രസ്ട്രേഷനാണ്, കുറേ പേരുടെ ഫ്രസ്ട്രേഷനാണ്. എന്ന് വെച്ചാൽ ഓരോ ഓൺ അക്കൗണ്ടിൽ വന്ന് സംസാരിക്കാൻ പോലും കെൽപ്പില്ലാത്തവരാണ് ഇതിനകത്ത് കൂടുതലും. ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നോ അല്ലെങ്കിൽ ഫേക്ക് പ്രൊഫൈലിൽ നിന്നോ വന്നിട്ട് ഇരുന്ന് കാര്യങ്ങൾ പറയാനും. ബേസിക്കലി ഞാൻ ഇൻ്റർവ്യൂ ഇവിടെ എടുക്കുന്ന സമയത്ത് മീൻസ് ഒരു 2 കൊല്ലം മുമ്പ് അവിടെ ഈ ഗേൾസ് ആയിരുന്നു കംപ്ലീറ്റ് ഇൻ്റർവ്യൂസ് എടുത്തുകൊണ്ടിരുന്നത്. ഓൺലൈൻ ഇങ്ങനെ ബൂമായിട്ട് വന്നുകൊണ്ട് ഇൻ്റർവ്യൂ വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഓൺലൈക്കേഴ്സ് വന്നു. ഓൺലൈക്കേഴ്സിൽ ജോബ് എന്ന് പറയുന്ന ഞങ്ങളുടെ, അപ്പോൾ അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് എടുക്കുന്നത് ദുൽഖറിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ദുൽഖറിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് ഇവിടുത്തെ ഗേൾസാണ് കൂടുതൽ, ഒരു 1-2 പേര്. മനീഷേട്ടനൊന്നും എനിക്ക് തോന്നുന്നു മനീഷേട്ടൻ്റെയൊക്കെ വേറൊരു ലെവൽ ഓഫ് ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ പോകുന്നൊരു കാലമാണ്. ഞാൻ വന്നിട്ട് ഡിജിറ്റൽ ഇപ്പോൾ കാണുന്ന രീതി എടുത്തു. എല്ലാവരും വന്നിട്ട് എന്നോട് എന്തിനാണ് ഈ ഒരാണിനെ കൊണ്ട് നിർത്തിയത്? ബി ഹോണസ്റ്റ്ലി ബി സ്കിൻ ടോണിൽ വരെ പറഞ്ഞവർ, ഞാൻ പുറത്തല്ല പറയുന്നത്, നമ്മുടെ മീഡിയക്കകത്തുള്ളവരുണ്ട്. ധൈര്യമായിട്ട് പേര് പറയൂ. അതിന് ആക്ച്വലി അതാണ് ഒരു നല്ലൊരു കാര്യം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ.
അതാണ് നമ്മുടെ ഞാൻ കഞ്ഞി കുടിച്ച് മര്യാദയ്ക്ക് പോകുന്നവരുടെ തീരെ പിടിക്കുന്നില്ല. പക്ഷെ നവരസങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞവരുണ്ട് എന്നുള്ളതാണ് അത്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കുറേ ആണുങ്ങളാണ്. വിഷ്ണു ആണെങ്കിൽ ഒരുപാട് പേര് ഇപ്പോ ജെൻസ് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിലോ അല്ലെങ്കിൽ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചതിലും എനിക്ക് ഭയങ്കര ഒരു, ഞാൻ വളരെ അഭിമാനമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ കണ്ണാടി ആ ഒരു പ്രോഗ്രാം, അപ്പൊ ആ ഒരു സമയത്തും ഫീമെയിൽ എന്ന് പറയുന്നതിനെക്കാട്ടി അപ്പം മെയിൽ അല്ലായിരുന്നല്ലേ കൂടുതൽ? ഈ കണ്ണാടി അല്ലാതെ വേറൊരു പ്രോഗ്രാം പറഞ്ഞേ, ഗോകുമാർ സാറിന്റെ അല്ലാതെ വേറെ പ്രോഗ്രാം പറഞ്ഞാൽ കാലഘട്ടത്തിന്റെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മിക്കാൻ പറ്റും. മുൻഷിയാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ ആ പ്രായം എന്ന് പറഞ്ഞാൽ ചിലർ പ്രായമല്ല, ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആരുടെ എൻ്റെ ആണോ? ആ ഇത്രയും മാത്രം കഴിഞ്ഞ ഇത്ര കാലമായി. ഓൾറെഡി ജിഞ്ചു നല്ല പ്രായമുണ്ട്. ഇല്ല, ഞാൻ 2-3 പേര് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഡിജിറ്റൽ മീഡിയയിൽ ഇന്റർവ്യൂ ഉള്ള കാര്യമാണ്. ടെൻഷനായി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു അല്ലേ? സൂക്ഷിച്ച് ചോദിക്കും. AC ഇച്ചിരി തണുപ്പ് കൂട്ടിയിടാൻ പറയട്ടെ. അല്ല, പുള്ളിക്കാരത്തി ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിച്ചത്? അതായത് ഞാനും ആലോചിക്കുന്നത് ഈ ഇടയ്ക്ക് ഇപ്പോ വന്ന സമയത്ത്, വിജയ് വന്ന സമയത്ത് ഫുൾ ഗേൾസ് ആണ് കൂടുതൽ. ഇപ്പോ അതിനൊരു മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിച്ചു. ആൺകുട്ടികൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തിരുന്ന ആളില്ല, എനിക്ക് ഗോകുമാർ സാർ, ഏഷ്യാനെറ്റിന്റെ, അവരുടെയൊക്കെ ചില പാറ്റേൺസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികളൊക്കെ ചില കാര്യങ്ങൾക്ക് ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പോൾ മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ, അവർ ചോദ്യം ചോദിക്കുന്നതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു നമുക്ക് മോശമാണെന്നോ നല്ലതാണെന്നോ പറയുന്നതിനേക്കാളും നമുക്ക് ആ ഒരു എന്തോ ഒരു വാല്യൂ കുറഞ്ഞതുപോലെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് കുറച്ച് ഫോക്കസ്ഫുൾ ആയതാണ്, ന്യൂസ് വാല്യൂവിനേക്കാളും എൻ്റർടൈൻമെൻറ്റിന് വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റർടൈൻമെൻ്റ് അല്ല ഇത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ പണ്ട് നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂ, കൈരളിയുടെ ഇൻ്റർവ്യൂ, ദൂരദർശൻ്റെ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂസ് എന്നൊക്കെ പറയുന്നത് ഡിജിറ്റൽ അന്നില്ല. അന്ന് നമുക്ക് നമ്മുടെ ചിന്തകളിൽ പോലും ഡിജിറ്റൽ ഇല്ലാത്ത കാലമാണ്. അവരുടെയൊക്കെ ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ പത്രത്തിൽ വരുന്ന ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ മണിക്കൂറുകളോളമാണ്. ഇപ്പം നമ്മളിപ്പോൾ പോഡ്കാസ്റ്റ് 1 മണിക്കൂർ എടുക്കുക, അന്ന് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ 1 ദിവസമാവാം, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ആവാം, ഇരുന്നുള്ള എടുക്കുന്ന ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവരത്രയും ഡീപ്പായിട്ട് അത്രയും നല്ല രീതിയിൽ ഇരുന്ന് സംസാരിച്ച് അതിലേറ്റവും നല്ല കാര്യങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് വേണ്ടത് മാത്രം എടുത്ത് അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാലവും സമയവും അന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ, നമ്മളിപ്പോൾ മെയിൻ ഇൻ്റർവ്യൂ കാണുന്ന ഇപ്പോൾ 1-2 ഇപ്പം നേരെ ചൊവ്വേ അല്ലെങ്കിൽ അങ്ങനെയുള്ള 2-3 പരിപാടികൾ, സാറ്റലൈറ്റിൻ്റെ ഇൻ്റർവ്യൂസ്, ഡോൺ ബ്രിട്ടാസിൻ്റെ ചിലപ്പോൾ കാണുമായിരിക്കാം. അങ്ങനെയുള്ള ഷോസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ്സിന് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന പരിപാടി കുറവാണ് കമ്പാരിറ്റീവ്ലി പണ്ടത്തെ വെച്ചിട്ട്. പണ്ട് ഓണത്തിന് 10 സ്റ്റാറിൻ്റെ ഇൻ്റർവ്യൂ, ഇപ്പം അവരെല്ലാം അത് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റലിലാണ്. ഡിജിറ്റൽ ഒരു ബിസിനസ്സായിട്ട് മാറി. ഡിജിറ്റൽ ബിസിനസ്സായി മാറിയ സമയത്ത് നമുക്ക് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ബിസിനസ്സാണ്. ഇപ്പോൾ കലയെ ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിന് മാറ്റം കൊണ്ടുവരുന്നതിനോ ഒക്കെ അപ്പുറം ഇവർ ചിന്തിക്കുന്ന വെച്ചാൽ ബിസിനസ് എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ അന്ന് ഉണ്ടായിരുന്ന 2 മണിക്കൂറിന് പകരം ഇപ്പം നമുക്ക് കിട്ടുന്ന വെച്ചാൽ 30 സെക്കൻഡാണ് റീൽ കട്ട് ചെയ്യുന്നത്. ആ റീലിൽ എനിക്ക് ആ 30 സെക്കൻഡിൽ എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള സാധനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ 30 സെക്കൻഡിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണ് ഇവിടുത്തെ ഓരോ ചോദ്യവും. ഇല്ലെങ്കിൽ ധ്യാനം കൊണ്ടുവരേണ്ടി വരും. അതെ, ഇല്ല അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വേറെ സ്റ്റോറി ടെല്ലിങ്, അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. അല്ല, സംസാര രീതി തന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. വേറെ നമ്മൾ അതുപോലെ തന്നെ ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പഴയൊരു ഭൂമി ധ്യാൻ ചേട്ടനെ എനിക്ക് ഇപ്പം നമ്മൾ കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ കോമ്പിനേഷൻ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബേസിൽ ധ്യാൻ അങ്ങനെ ഒരു കോമ്പിനേഷനിലൊക്കെ വരുന്ന സമയത്ത് വർക്കാവുന്നുണ്ട്. ഒക്കെ വരുന്ന അല്ലാതെയുള്ള ഇന്റർവ്യൂസ് വരുമ്പോൾ സിംഗിൾ വരുമ്പോൾ അത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വരുമ്പോൾ കുറച്ച് അവർ ചിലപ്പോൾ കുറച്ച് പതുക്കെ സംസാരിക്കും, അത് മാറും. പക്ഷെ ധ്യാനിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ലല്ലോ. ആക്ച്വലി അധികം മിണ്ടാത്ത ആൾക്കാർ വന്നാൽ പോലും ധ്യാനമായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പോസോയോ അവിടെ വെച്ച് ക്രിയേറ്റ് ആവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ പറയാം, അയാളുടെ സ്റ്റൈലാണ്. അയാള് കഥകൾ വെട്ടി തുറന്ന് പറയാനും തുറന്ന് സംസാരിക്കാൻ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെയാണ് പുള്ളിയെ നമ്മൾ കാണുന്നത്. അതാണ് അതിനകത്ത്. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള കഥകളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തമാശകളോ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം ഇരുന്ന് തുറന്നു പറയുന്നു. ആ മനുഷ്യൻ അപ്പം ഓക്കെ, ശരി, നമുക്ക് അത് എവിടെ കണക്റ്റ് ആവും. എല്ലാം ഒരു കാര്യമുള്ളൂ. ഇപ്പം നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റ് സംസാരിക്കുന്നു, ഈ ഓഡിയൻസ് അത് കാണണമെങ്കിൽ അവൻ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കണക്റ്റ് ആവും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കഥ ഓക്കെ ഇതെൻ്റെ കഥയല്ലേ, അല്ലെങ്കിൽ ഞാനിത് എവിടെയോ കേട്ട കഥയല്ലേ,
അല്ലെങ്കിൽ എനിക്കിത് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ലേ എന്നുള്ളത് എവിടെയും കണക്ട് ആയാൽ മാത്രമേ ഇത് കണ്ടോണ്ടിരിക്കും. അതും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഇന്റർവ്യൂറിനോട് ചോദിക്കാൻ തോന്നിയ അതേ ചോദ്യമല്ലേ അവരാ ചോദിക്കുന്നത്. അതെ അതെ. അതാണ് ഞങ്ങളുടെ ആക്ച്വലി എയിം. ഇപ്പോൾ ഞങ്ങളുടെ ഈ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് റിവീലിംഗ്, റിയലൈസേഷൻ ആൻഡ് റെസൊല്യൂഷൻ. ഇതാണ് ഞങ്ങളുടെ മൂന്ന് റിവീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഏകദേശം വിജയ് അതിന്റെ ഒരു ഭാഗത്തേക്ക് വന്നു. അപ്പൊ വന്നിട്ടേ ഉള്ളൂ. റിവീലിംഗ് പോയിട്ട് തിരിച്ചു ആൾക്കാരുടെ പേര് പറയണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ചോദിക്കാനുള്ളത് നമ്മൾ ഈ മാപ്ര എന്ന് പറയുന്ന ഇപ്പോഴത്തെ മീഡിയ ആൾക്കാരുണ്ടല്ലോ, മാധ്യമ പ്രവർത്തകർ, മെയിൻലി ഇപ്പൊ ഞാൻ പറഞ്ഞ ഡിജിറ്റലിലുള്ള ആൾക്കാർ അവരാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവർ ചെയ്യുന്ന ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, കുറേ ഗിമിക്കുകൾ, ഇപ്പോൾ ക്ലിക്ക് ബൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ കാര്യങ്ങൾ, അത് എത്രത്തോളം പ്രൊഫഷണലി ഒരു ക്വാളിറ്റി ഡെലിവറി ചെയ്യാനായിട്ട്, ഒരു ക്വാളിറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്നൊക്കെ പറയാനായിട്ടുള്ള തരത്തിലേക്ക് അവരെ എത്തിക്കുന്നുണ്ട്, അവർക്ക് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരത് അറിയാതെയാണ്, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു ബേസിക് കാര്യങ്ങളും അറിയാതെയാണ് അവർ വരുന്നത്. അതിനെപ്പറ്റി എന്താണ്? ബേസിക്കലി ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ കിടക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ മേഖല, ഈ എൻ്റർടൈൻമെൻറ്റ് മേഖല എന്ന് പറയുന്നത് ഇപ്പോഴൊരു ജേർണലിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇതും ജേർണലിസ്റ്റ് ആണോ എന്നൊരു ചോദ്യം. അത് ആ പ്രസക്തമായ ക്വസ്റ്റ്യൻ അവിടെ നിർത്തിക്കൊണ്ട് വേണം തന്നെ നമ്മൾ സംസാരിക്കാൻ. നമ്മൾ പൊതുവേ മൊത്തത്തിൽ ഇത് ജേർണലിസ്റ്റോ എന്ന് നമ്മളിപ്പോൾ എങ്ങും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞ കണക്ക് ഏതോ ഒരു തമാശ ഉണ്ടല്ലോ, മീഡിയ ആണ്, എവിടെ സോഷ്യൽ മീഡിയ ആണെന്ന് പറഞ്ഞ് പോലീസ് നോക്കിയപ്പോൾ ഞാൻ മീഡിയ സാർ സോഷ്യൽ മീഡിയ ആണെന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥയല്ലേ ഉള്ളൂ. ഇത് ശരിക്കും പബ്ലിക് റിലേഷനാണ്. എൻ്റർടൈൻമെൻറ്റ് പബ്ലിക് റിലേഷൻ എന്ന് വെച്ചാൽ ആളുകളുമായിട്ടുള്ളൊരു ലൈക്ക് നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രൊമോഷൻ, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഡിജിറ്റൽ നമ്മൾ ഉദ്ദേശിച്ച ആ വിഭാഗം, ഞാൻ ഉൾപ്പെടുന്ന വിഭാഗം ചെയ്യുന്നത്. അതൊരു ജേർണലിസമായിട്ട് ഇപ്പോഴും എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇപ്പോൾ വിജയ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. പക്ഷേ അതിനോട് നമുക്ക് മെയിൻ പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിജിറ്റലിൽ ഈ ബൂമിനെ പറ്റി പറയുമ്പോൾ മെയിൻ പണ്ടത്തെ സോ കോൾഡ് മീഡിയകൾ ഇത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷൻ. അവരിതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യും. അവരും ഇതേപോലെയുള്ളൊരു ഈ പറയുന്ന PR സെഗ്മെന്റിലേക്ക് മാറുകയാണ്. അവിടെ നഷ്ടം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവേഴ്സിനാണ്. വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നഷ്ടം ഉദ്ദേശിച്ചത് അവർ എൻ്റർടൈൻഡ് ആവുന്നില്ലായിരിക്കാം, പക്ഷേ നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു മൂല്യച്യുതി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതെ, എന്താണെന്നറിയാം, ഇപ്പം ഞാൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നു, ഞാനിപ്പോൾ എന്തുകൊണ്ട് ക്ലിക്ക് ബൈറ്റ് ഇടുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ് ഇടുന്നു എന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് സ്വയം ചിന്തിക്കണം. അത് കാണാൻ ആളുണ്ട്. ഞാൻ പറയാം, അത് ലൈക്ക് അത് ഇപ്പം ഞാനിപ്പോൾ പറയാം, ഇങ്ങനെയുള്ളൊരു മോശം കണ്ടന്റ് ഇടുന്ന ഒരു ചാനൽ നാളെ തൊട്ട് ഞാനത് കാണില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ അവർ കണ്ടന്റ് ഇടുമോ? ലൈക്ക് അങ്ങനെയുള്ള കണ്ടന്റുകൾ ഞങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ വനിതാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കുറേ പേര് വന്നിട്ട് റിവ്യൂ പറയുന്ന കുറേ ആളുകളുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ ഇവരുടെ ഇൻ്റർവ്യൂസ് എടുക്കുന്ന ഈ പറഞ്ഞ പോലെ മീഡിയാസ് കുറേ പേരുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അതിനുകൊണ്ട് 200K 250K 1 മില്യൺ വ്യൂ, ആ 1 മില്യൺ വ്യൂ 250Kയിൽ അത് കാണുമ്പോൾ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചീത്ത വിളിക്കുക, അങ്ങനെയാടാ അങ്ങനെയാടാ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടേക്കുക. പക്ഷെ ആ 1 മില്യൺ വ്യൂവിൽ ഇവന് കാശ് കിട്ടുന്നുണ്ട്. അതാ ഇത് ചെയ്തിട്ടവന് കാശ് കിട്ടുന്നുണ്ട്, മറ്റവർക്കാണ്. അപ്പം നോക്കുമ്പോൾ എന്താ ചീത്ത വിളിച്ചോട്ടെ, പക്ഷെ ഇവന് കാശ് കിട്ടുന്നുണ്ട്. ഇത് ബിസിനസ് എന്ന് പറയുന്ന രീതിയെ ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം പറ്റുന്നത്. ഇതിനൊരു ഈ പറഞ്ഞൊരു പ്രസ് ക്ലബ്ബ് പോലൊരു സംഘടനയോ അല്ലെങ്കിൽ ഇത് മോണിറ്റർ ചെയ്യാൻ ഒരു സംഭവം അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഇത് കച്ചവടമാണ്, റിലേഷൻഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്, ഒരു പബ്ലിക് റിലേഷനാണ്. ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ഈ പേര് ഞാനങ്ങ് മറന്നുപോയി. ലൈക്ക് ഈ മുംബൈയിലൊക്കെ ഈ ഒരു വിഭാഗമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ക്ലാസ് മീഡിയ, ഈ പറഞ്ഞ പബ്ലിക് റിലേഷൻ്റെ താഴെ വരുന്നൊരു വിഭാഗമുണ്ട്. ഇവരാണ് ഈ എയർപോർട്ട് കവർ ചെയ്യുക. അതിന് പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ പാപ്പരസി അതിൻ്റെ ആ വേർഡ്സിന് പാപ്പരസി മീഡിയ എന്ന് പറയുന്നൊരു വിഭാഗം. ഇവർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ എയർപോർട്ട് കവർ ചെയ്യുക. അങ്ങനെ ആക്ച്വലി സെലിബ്രിറ്റീസ് ആയിട്ട് പ്ലാൻഡ് ആണ്, അത് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ അത് അവരുടെ വരവ്, അവരുടെ പോവുക, അപ്പൊ അവരെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുക, അതേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ മാധ്യമധർമ്മം എന്നോ അല്ലെങ്കിൽ ജനങ്ങൾ ഇതായിട്ടുള്ള ഒരു കാര്യവും
ഒന്ന് ചെയ്യുന്നവരുണ്ട്, നല്ല ഇൻ്റർവ്യൂസ് എടുക്കുന്ന സോഷ്യൽ മീഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി കണ്ടന്റ് സപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഇല്ലാന്നല്ല, ഞാനൊരു ഭൂരിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞത്, ജനറലൈസ് ചെയ്യാണ്ട് പറഞ്ഞതാണ്. അതെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സെലിബ്രിറ്റീസ് ഒഫെൻസീവ് ആകുന്നത്? അതായത് ഇപ്പം ദേ നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ജേർണലിസം അല്ലേ? അപ്പോൾ പേഴ്സണലായിട്ട് ചോദിക്കുമ്പം എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോരെ? ലൈക്ക് ദേഷ്യപ്പെടുന്ന കാര്യമാണോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊക്കെ കുറേ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, കുറേയൊക്കെ ഇത് പ്ലാൻഡ് സാധനങ്ങൾ ഞാൻ എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മെയിൻ സ്ട്രീം നടന്മാരെ അല്ല പറയുന്നത്, ഒരു സെക്കൻഡ് ക്ലാസ് സെലിബ്രിറ്റീസ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, എക്സ് ഓർ വൈ ആരായിക്കോട്ടെ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എൻ്റെ അറിവിലുള്ള അല്ലെങ്കിൽ എൻ്റെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരാരും ചെയ്തിട്ടില്ല. വേറൊരു ഈ പറഞ്ഞ ഒരു സെക്കൻഡ് ക്ലാസ് മീഡിയാസാണ് കൂടുതൽ ഞാനിത് കണ്ടിട്ടുള്ളത്. ആങ്കർ ഒരു ചോദ്യം ചോദിക്കുന്നു, അവർ തിരിഞ്ഞിട്ട് ചീത്ത വിളിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അത് പണ്ട് ഈ സാറ്റലൈറ്റിൽ ചാനൽസിലൊക്കെ പണ്ട് ഈ പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഷോ നടക്കുകയാണെങ്കിൽ കരച്ചിൽ സാധനം ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അന്ന് TRP കയറുമെന്ന് പറയുന്നത്. അതേ നമ്മളെ പടത്തിന്റെ ട്രെയിലർ പോലെ സാധനം ഇടുക എന്നുള്ള ഒരു സാധനം. പക്ഷേ ചിലതിനൊക്കെ അത് പറയത്തില്ല, അത് പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അത് അവരവിടെ കട്ട് ചെയ്യും. പക്ഷെ ചിലരത് കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾ എപ്പോഴും വിചാരിക്കുമോ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്, നടന്ന കാര്യമാണെന്നുള്ളത്. പക്ഷേ അതേ പറഞ്ഞത് ബാക്കിൽ കാണും അങ്ങനെ ഒരു കാര്യം, ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. പ്രാങ്ക് ഉണ്ടാവാം, പ്രാങ്ക് അല്ലാതെ സംഭവിച്ചതും ഉണ്ടാവാം. അത് കൂടുതലും ഈ പ്രാങ്ക് നമ്മൾ പർപ്പസ്ഫുള്ളി ആ സിനിമ അല്ലെങ്കിൽ അത് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് അവർ ചെയ്യുന്നുണ്ടാവാം. എൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഭയങ്കര ജെന്യൂൻ ആയിട്ട് ചോദിക്കണം. അതായത് ഞാൻ വിജയിൻ്റെ റീൽസിൽ പ്രൊഫൈൽ ഞാൻ നോക്കിയിട്ടുണ്ടായി. അതിൽ മഞ്ജു വാര്യരുടെ ഒരു എപ്പിസോഡ് ഉണ്ടായി. അതിൽ പുള്ളിക്കാരിനെ ബ്രദറായിട്ട് ലൈക്ക് അങ്ങനെ ഒരു ആളെ അവിടെ വെച്ച് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു റിവീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വലി ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആയിട്ടോ, അല്ലെങ്കിൽ അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ ഈ ഒരു കാര്യം പറയേണ്ട ഒരു അതുമല്ല, പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഓൾറെഡി കുറച്ച് ഇന്റർവ്യൂസോ അല്ലെങ്കിൽ അതെ അങ്ങനെ ഒരാളാണ്. അപ്പം പുള്ളിക്കാരന് ഈ ഒരു ഷോ ത്രൂ തന്നെ അത് റിവീൽ ചെയ്യേണ്ടി വന്നത് ആക്ച്വലി ഇതുപോലെ ഒരു കാര്യം തന്നെയാണോ? അല്ല, അത് പടവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ പേഴ്സണലി ചെയ്ത ഒരു സാധനം യാദർശ്യമായിട്ട് ഈവൻ അത് കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇന്റർവ്യൂ കണ്ടോർമെന്റ് ഇന്റർവ്യൂ ഏറ്റവും കഴിഞ്ഞ ഏറ്റവും അവസാനമാണ് ഞാനൊരു സർപ്രൈസ് തരാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയൊക്കെ. അത് പേഴ്സണലി ഒറിജിനൽ സംഭവം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ്റെ ചേച്ചി കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ അവൻ കാണുന്നതിന് മുമ്പേ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ ഇവനെ ചേച്ചി എന്നും പറഞ്ഞ് കാണിച്ചു വളർത്തിയത് മഞ്ജു വാര്യരെയായിരുന്നു. TV കാണിച്ചു, ഇതാണ് നിന്റെ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ചേച്ചി എന്ന് പറയുന്ന ആളുടെ രൂപം എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ്. ഇവൻ പല തവണ സ്ഥലത്ത് പുള്ളിക്കാരുടെ വീട്ടിന് അവിടെ കാണാൻ പോയി, ഫ്രണ്ട്സിൻ്റെ കൂടെ കാണാൻ പോയി, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ലൈക്ക് ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്കത് വർക്കാവുമെന്നോ അല്ലെങ്കിൽ നടക്കുമെന്നോ എന്നുള്ളൊരു ഉറപ്പുമില്ല. പക്ഷേ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ബെസ്റ്റ് മൊമെന്റ് ഒരു പക്ഷെ അവന് സൂക്ഷിക്കാവുന്ന ഒരു മൊമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു നല്ലൊരു സാധനമായിട്ട്. നമ്മളിപ്പോൾ ഫോട്ടോസ് എടുക്കില്ലേ, എന്തിനാണ്? ഇറ്റ്സ് എ ബെസ്റ്റ് മെമ്മറി. അവൻ്റെ ലൈഫിൽ അത്രയും ചേച്ചിയായിട്ട് കണ്ട ഒരാളെ നമ്മൾ ആ കാണുന്ന മെമ്മറി എന്നും അവന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു സാധനം. അങ്ങനെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മളത് ഷൂട്ട് ചെയ്തു. പക്ഷെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അത് എക്സൈറ്റഡ് ആയി, ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഫീലിൽ പുള്ളിക്കാരി അതിനെ എടുത്തു. അപ്പോൾ അതൊരു നല്ല സാധനം, ഒരു ഫീൽ ഗുഡ്. അതുകൊണ്ട് ആർക്കും മറ്റേ പ്രാങ്ക് ചെയ്യുന്നത് പോലെ ഇപ്പോൾ അയാൾ രണ്ടുപേരും വഴക്കിടുകയോ അല്ലെങ്കിൽ അയാളെ കളിയാക്കുകയോ അതുകൊണ്ട് ഇയാൾക്ക് കളിയാക്കലോ ഒന്നും സംഭവിച്ചില്ല. അത് കൃത്യമായിട്ട് അവരുടെ ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ്. ദെൻ അത് ഞങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഞങ്ങൾക്ക് ബിസിനസ് കൂടി തന്നെയാണ്. ഇല്ല അല്ലെങ്കിൽ ഞാനിതൊരു സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ബട്ട് ഈവൻ നിങ്ങളുടെ ആ ബ്യൂട്ടിഫുൾ മൊമെന്റ് കാണുന്നതിനൊപ്പം തന്നെ ഞങ്ങളുടെ ലോഗോ അവിടെ ഉണ്ടാവും. ഇറ്റ്സ് ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. നമ്മൾ അന്ന് അവിടെ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ ചിലവുകളില്ലേ. അല്ല, ഇതിപ്പോ ഞങ്ങൾ ഇത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ഞങ്ങൾക്ക് ആ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ വീഡിയോന്റെ കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായാലും ഫ്രണ്ട്സ് തന്നെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒറിജിനൽ സ്റ്റോറി ആണെന്ന് അറിയാം. പക്ഷെ ചിലരെങ്കിലും വിചാരിക്കുമെങ്കിൽ അത് നമുക്ക് ഇതുവഴി ഒന്നും ക്ലിയർ ആയി എന്നുള്ളത്. നമ്മളിപ്പോ ആരെയും അങ്ങനെ അവര് വിചാരിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം. ഇപ്പൊ നാളെ ഞാനൊരു പ്രാങ്ക് ഷോ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലൊരു സാധനം ഒരിക്കലും ഞാനത് ചെയ്യില്ല. അത് ഞാൻ എൻ്റെ എത്തിക്സ് ഞാൻ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്.
പക്ഷെ ഇതുപോലുള്ള നല്ല മൊമെന്റ്സ്, നാളെ നമുക്ക് നല്ല ഒരു മൊമെന്റ്സ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സാധനം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് നമുക്കത് ഇടാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യും. അതിന് പോസിറ്റീവായിട്ട് ആളുകൾക്ക് ഗുണമാവുന്ന, അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് നിറയുകയോ സീരിയസ് എന്തോ ചേരുന്ന, അതാണെങ്കിൽ നമുക്ക് ചെയ്യാം. പുള്ളിക്കാരൻ അപ്പോൾ അത് സർപ്രൈസ് ആണ്, അത് പുള്ളിക്കാരനോട് അല്ല, അവർ കണ്ടിരുന്നു, പക്ഷെ ഫസ്റ്റ് സംസാരിച്ചത് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള പുള്ളിക്കാര്യത്തിലായിരുന്നു. പുള്ളിക്കാരൻ അറിയാമായിരുന്നു, പുള്ളിക്കാരെ കാണാൻ വേണ്ടി തന്നെ വന്നതായിരുന്നു. ഇവർ തമ്മിൽ ഫസ്റ്റ് സംസാരിച്ച ആ മൊമെന്റ് അന്നൊരു ആദ്യം. വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്താ പറയുക, വിജയ്ക്ക് ഇന്റർവ്യൂ കൊടുത്താലും നല്ല, എന്റെ പടങ്ങൾക്കൊക്കെ നല്ല ഐശ്വര്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ നാട്ടിൽ അങ്ങനെ ഒരു അതെന്റെ PR ഏജൻസിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാട്ടോ വിനീത് ശ്രീനിവാസൻ. എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ വിജയനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൻ പറയാൻ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഓക്കെ വിഷ്ണു ഷൂട്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും എന്താണ് വിജയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കണം എന്ന് അപ്രോച്ച് ചെയ്യാറുണ്ടോ ആരെങ്കിലും? ഇപ്പൊ കമ്പനി വൈസ് ഇവന്റ്സ് വരുന്നുണ്ട്, നമ്മളിപ്പം ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു വിജയ് ചെയ്തിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല മെയിൻ ആൾക്കാര് ഒരുപാട് പേര്, മമ്മൂക്ക, ലാലേട്ടൻ, നമ്മുടെ എല്ലാവരുമായി ഒരുപാട് പേരുണ്ട്. വിജയ് സേതുപതി എങ്ങനെയായിരുന്നു? ജസ്റ്റ് അത് ഷോ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിന് വന്നു, അങ്ങനെയാണ് സംസാരിച്ചു. പക്ഷെ അത് നല്ലൊരു പിക്ചറാണ്. അതിനിപ്പോ നല്ല പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരാളല്ലേ. പിന്നെ എനിക്കില്ല, ഈ വിനീത് ശ്രീനിവാസൻ, വിജയ് സേതുപതി ഒക്കെ ആയിരിക്കും ആ ഒരു വിഭാഗത്തിന് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. എന്താണെന്നറിയാമോ, കാം ആൻഡ് ക്വൈറ്റ് സൈലന്റ്. ഞാൻ കണ്ണൂരുകാരൻ കൂടിയാണ്, അപ്പം അങ്ങനെയൊന്നുമില്ല, സ്ഥലത്തൊന്നും വിനീത് ശ്രീനിവാസന്റെ അതൊന്നും അല്ല കാര്യം. ഇതിന് മുമ്പത്തെ പടത്തിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി. ഏതായിരുന്നു അതൊരു അത് കട്ട് ചെയ്ത് പോയൊരു പോർഷനിലാണ് മെയിനായിട്ട് അഭിനയിച്ചത്. കണ്ണടച്ച് തുറക്കും മുന്നേ വിഷ്ണു വന്ന് പോയി. ഏതായിരുന്നു? അതല്ല, അത് പുള്ളിക്കാരൻ എന്റെ പേര് വിഷ്ണു എന്താ മോന്റെ പേരെന്താന്ന് ചോദിച്ചു വിനീത് ശ്രീനിവാസൻ. അതിൽ തന്നെ എനിക്ക് എന്താ പറയാ, എന്റെ ധർമ്മം പൂർത്തിയായി. പേരാണ് വിഷ്ണു. ചേട്ടാ നല്ല പ്രായമുണ്ട് എന്റെ മോനെ വിളിക്കുന്നത്. അതല്ല, എന്റെ പേരെന്താണെന്ന് ചോദിച്ചു പുള്ളി. അത് SM കോളേജ്. ഞാനത് മനസ്സിലാക്കിയ രണ്ടുപേരും, ഒന്ന് വിനീതും മഞ്ജു വാര്യരും, പേര് മറക്കത്തില്ല. കല്യാണി പ്രിയദർശന്റെ ഒരു ക്ലാസ് റൂമിലെ ഒരു ഷോട്ടായിരുന്നു. മറ്റേ കത്തും കൊണ്ടുവരും. അപ്പൊ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ്, എന്റെ പുള്ളിക്കാരി ഫോക്കസിലേക്കായിരുന്നു. അപ്പൊ ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ്. അപ്പൊ ഞാൻ കറക്റ്റ് അവിടെ അതന്നെ ആരോ മാർക്കിട്ടിട്ട് വിഷ്ണു. പക്ഷെ പോസ്റ്ററിലുണ്ടായിരുന്നു വിഷ്ണുവിന്റെ. നെപ്പോട്ടിസം ബാധിക്കും എന്തായാലും, നിന്നെ അവര് തകർക്കാൻ നോക്കുന്നതായിരുന്നു. അത്രക്കൊന്നുമില്ല പറയുന്നത് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. ചുമ്മാ വിഷ്ണു ഉടനെ. പക്ഷെ അത് വിനീത് ശ്രീനിവാസനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ നിവിൻ പോളിന്റെ ഒരു അവർ തമ്മിൽ പേഴ്സണൽ ബന്ധം കൂടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നാളെ വേറൊരാൾ പോയി ചോദിച്ചു. അല്ല, അന്ന് നിവിൻ പോളി പറഞ്ഞൊരു കാര്യമുണ്ട്, വേറൊരാളാണെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യില്ല. വിനീതിനോട് തന്നെ പുള്ളി 4 തവണ ചോദിച്ചു, വേണോ വേണോ വേണോ. അപ്പൊ വിനീത് കൊടുത്ത ഒറ്റ അഷ്വറിന്റെ പുറത്താണ് പുള്ളി അത് ചെയ്തത്. അത് ചെയ്യാനൊരു, ഈ പറഞ്ഞ പോലെ അത്രയും ഗട്സ് ഉള്ള ഒരാൾക്കേ അത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇവർ രണ്ടുപേരുടെ ഒരു കോംബോ ഇന്റർവ്യൂ അങ്ങനത്തെ എടുക്കാൻ പറ്റില്ല അല്ലേ? ലൈക്ക് ധ്യാൻ, വിനീത് ശ്രീനിവാസ്. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര മിസ്സായി പോയ ഒരു സാധനം. ഞാൻ ചെന്ന ദിവസം ധ്യാൻ ഇല്ലായിരുന്നു. ധ്യാൻ അടുത്ത ദിവസം കണ്ട്, അന്ന് ധ്യാൻ വന്ന ദിവസമാണ് എനിക്കത് വീണയ്ക്കൊക്കെ കിട്ടിയത്. അങ്ങനെ കുറെ പേർക്ക് കിട്ടി, അത് ഭയങ്കര റീച്ചായിരുന്നു. ഇനി സെപ്പറേറ്റ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അവർ രണ്ടൊരു ഫാമിലിയായിട്ട് അവർ രണ്ടുപേരും ചേട്ടനും ഭയങ്കര, നമുക്ക് പേഴ്സണലി ഭയങ്കര ബന്ധമുള്ള ഒരു പറയുന്ന, നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന എന്ത് സാധനം, അത് ധ്യാനെന്നോ വിനീതെന്നോ ഇല്ലടോ, നമുക്ക് എന്ത് സാധനവും നമ്മുടെ ടെൻഷൻ മറന്ന് നമുക്കത് ആസ്വദിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് റിലീഫ് ഉണ്ടാവുന്നത്. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പം താങ്കൾ സ്വിച്ച് ചെയ്തപ്പോൾ RJ to VJ ഇങ്ങനെ സ്വിച്ച് ചെയ്തപ്പോൾ, കരിയർ സ്വിച്ച് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് പാരൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പക്ഷേ പാരന്റ് സപ്പോർട്ട് കിട്ടിയിട്ടെങ്കിൽ ഇപ്പോൾ ഒരു വിജയമായിരിക്കുമോ? പാരന്റ് സപ്പോർട്ട് കിട്ടിയില്ലായിരുന്നു ഞാനിപ്പോ ദുബായിൽ ഡോക്ടർ, എഞ്ചിനീയർ, വല്ല ഒട്ടത്തെ എനിക്ക് തോന്നുന്നില്ല വിജയ്ക്ക് സംസാരിക്കാനുള്ള ഒരു ഇതുള്ളത് കൊണ്ട് എവിടെയാണല്ലോ പിടിച്ചു നിൽക്കാൻ. ഒട്ടകത്തിനോട് ഞാൻ എന്ത് പറയും, ഒട്ടകത്തിന്റെ ഭാഷയിൽ പറയും. അങ്ങനെയൊക്കെ ഭാഷയുണ്ട്. അത് മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ സംസാരിക്കാറില്ലേ? മൃഗങ്ങളോ? അല്ല സോറി, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടവരരുത്, അത് വേറെ വിഷയം. നിങ്ങൾ പറയും, ഞാൻ മറന്നുപോയി. ഇല്ല, ഞാൻ പറഞ്ഞോണ്ട് എന്നെ കളിയാക്കരുത്.
നീ ഒരു കാര്യം ചെയ്യണം, ഈ ഗസ്റ്റ് വരുന്നതിന് മുമ്പേ പറ്റില്ല എന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം, എന്നെയും എന്റെ കുടുംബത്തിനും കളിയാക്കണം. ഇല്ല, അത് കരിയർ ഈ പറഞ്ഞല്ലോ, അത് സപ്പോർട്ട് ഭയങ്കര ഒരു ഘടകമാണ്. കുറേ പേർക്ക് അത് കിട്ടാതെ പോകുന്ന, എന്നെപ്പം ചിലപ്പോൾ എന്നെക്കാട്ടിലും കഴിവുള്ളവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ഈ മേഖലയിൽ കൃത്യം എത്തിപ്പെടാത്തത് അവരുടെ സാഹചര്യം, കുടുംബം അല്ലെങ്കിൽ വീട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം കൊണ്ടാണ് അവരത് പറ്റാതെ പോകുന്നത്. ബട്ട് എനിക്ക് ദൈവം സഹായിച്ച് അത് എനിക്ക് അങ്ങോട്ട് മീൻസ് അതിൽ വലിയ കാര്യങ്ങൾ നോക്കേണ്ടി വന്നില്ല. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയത് കൊണ്ടാണ് എനിക്ക് നമ്മൾ ഈ ഇതിനൊക്കെ മുമ്പ് ഞാൻ കുറേ കാലം നിന്നിട്ടുണ്ടായിരുന്നു. ഈ ആർജയ്ക്ക് മുമ്പ് ഇതേന്നും പറഞ്ഞ് പലയിടത്ത് ഞാനിത് വീട്ടിൽ പറയാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർത്ത ഒരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി, സിനിമ പഠിക്കണമല്ലോ. സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പോയി. ഒരാൾ ഒരു സിനിമയിൽ പരസ്യമൊക്കെ കണ്ടിട്ട് എൻ്റെ സുഹൃത്ത് വഴി വന്നിട്ട് സിനിമ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതി പഠിക്കാം അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ഇത് എവിടെയെങ്കിലും ഒന്ന് ഇതിൻ്റെ ഓപ്പണിംഗ് കിട്ടണം. ഞാൻ വെച്ചാൽ കൊല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മൈനാവപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലുള്ളൊരു ആണ്. അവിടെ എന്ത് സിനിമ തിയേറ്റർ, ഇവിടെ ജയശ്രീ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി. 6:30 ആ സിനിമ അല്ലാതെ വേറെ സിനിമയായിട്ട് ആ നാട്ടിലൊരു ബന്ധമില്ല. ഇപ്പം കുറച്ച് പേര് പ്രൊഫഷണൽസ് ഉണ്ട്. അവിടെ അങ്ങനെ നിന്നൊരു നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും സിനിമയായിട്ടൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പോയിട്ട് ഒരു പുള്ളിക്കാരൻ, പേര് പോട്ടെ, അപ്പോൾ പുള്ളി ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചു, സിനിമ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട്, സിനിമ ലഭിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ 25,000 രൂപ പറ്റിച്ചുകൊണ്ട് പോയി. അന്ന് അതിന് കുറേ കാലം മുമ്പ്, നമുക്ക് ജോലിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. 25,000 രൂപ 25,000 രൂപ നമ്മൾ എന്നെ ഇന്ന് പറ്റിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടിട്ട് കുറേ നാൾ പട്ടിണി കിടന്നു. ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3-4 മാസം ഇങ്ങനെ തിരിച്ചു വരണം. പക്ഷേ എന്നാലും നമുക്ക് ആ സിനിമയെന്ന് പറയുന്നൊരു എന്തെങ്കിലും പഠിച്ചെടുക്കണമെന്നുള്ളൊരു സാധനം, അങ്ങനെ അവിടെ കുറേ കാലം നടന്ന് പുള്ളിയുടെ പൈസ ചോദിച്ചു. പക്ഷേ പുള്ളി പൈസ തിരിച്ചു തന്നില്ല. പുള്ളിയുടെ ഒരു മെയിൻ ബിസിനസ് ഇതായിരുന്നു, ഇങ്ങനെ ഇടുക, പൈസ വാങ്ങിക്കുക, സിനിമയാന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം വെറുതെ റെൻറ്റിന് ക്യാമറ ഒക്കെ ഞാൻ പിന്നെ അറിഞ്ഞ് ഇതിന് 2,500 രൂപ ഉള്ളായിരുന്നു വാടകയ്ക്ക് ലൈറ്റും എല്ലാം കൂടി അത്രേ ഉള്ളൂ. ആ എടുത്ത് വെച്ച് നമ്മൾ വെറുതെ എന്നെ പോലെ കുറേ പാവങ്ങളെ തൃശ്ശൂർ ബേസ് ചെയ്ത് കുറേ പാവങ്ങൾ വരും, ഇങ്ങനെ എടുക്കും, ഇവരെ കുറേ അഭിനയിപ്പിക്കും, എന്തൊക്കെയോ കാണിക്കും, ഷൂട്ട് ചെയ്യും. നമുക്ക് സിനിമ എന്താണെന്ന് അറിയില്ല. അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് 25,000 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് അയാൾ ഇങ്ങനെ വെച്ചിട്ട് അയാൾ അവിടെ മൂവും. പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അയാളെ പുറത്ത് കൊണ്ടുവരുന്ന പേര് പറഞ്ഞു. പേരിപ്പോ പറയണം, അയാൾ ഇപ്പൊ ഇവിടെ നിന്നിട്ട് ചമ്മണം. പേര് ഞാൻ ഓർക്കുന്നില്ല. ഭാസ്കരൻ എന്നായിരിക്കും. തിരുത്തി പറയൂ. ശരിക്കും നടന്ന സംഭവമാണ്. തൃശ്ശൂർ ബേസ് ഇതുപോലെ ഒരുപാട് ചതിക്കുഴികൾ കൊച്ചിയിലും ഉണ്ടാവില്ല അല്ലേ? കൊച്ചിയിൽ കൂടുതലായിരിക്കാം. പക്ഷെ ഇപ്പം മാറി കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, കോസ്റ്റിംഗ് കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് വിളിച്ച് അന്വേഷിച്ച് പ്രോപ്പറായിട്ട് പോകാനുള്ളൊരു സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ട് കുറേ കൂടെ, പണ്ടെന്ന് വെച്ചാൽ ഒരു വഴിയില്ലല്ലോ. സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആവുന്നതിനും എനിക്ക് അത്ര പ്രായമുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വളരെ കുറച്ച് കാലം മുമ്പ് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതൊരു സംഭവിച്ച ഒരു മറക്കാനാവാത്തൊരു സംഭവം. പക്ഷെ അത് ഞാൻ അവിടെ നിന്ന് അന്ന് ഞാൻ അങ്ങനെ പോയി അത് ഇറങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ പറഞ്ഞ 100 പൊക്കമുള്ള ഒട്ടകത്തിന്റെ പാല്. പക്ഷെ പുള്ളിയുടെ പേര് പറയണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം അയാൾ നല്ല ചെയ്ത ഒരാളല്ല. അപ്പൊ ആ ആളെ പുറത്ത് ലോകം അറിയിക്കണം. ഇനി അങ്ങനെ ഒരാള് പേര് മാറ്റുമായിരിക്കും. വേറെ എന്തെങ്കിലും തട്ടിപ്പാട് നടപ്പുണ്ടോ? അയാളുടെ യഥാർത്ഥ പേര് വിഷ്ണു അല്ല, ഈ രൂപല്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇതുവഴി പറഞ്ഞ് ബാക്കിയുള്ളവരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത്രേ കാര്യമുള്ളൂ. പൈസ കൊടുത്തിട്ട് ഒരു കോസ്റ്റിങ്ങുകളിലും പോവരുത്. അതാണ് എന്റെ അത്രേ ഉള്ളൂ എന്റെ ബേസിക്. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരമാണ്. കാരണം ഇപ്പം വിഷ്ണുവിന് എനിക്ക് സിനിമയെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിഷ്ണുവിന്റെ പൈസ അല്ല വേണ്ടത്, വിഷ്ണു എന്ന് പറയുന്ന ഒരാളിനെയാണ് വേണ്ടത്. വിഷ്ണുവിന് അങ്ങോട്ടാ പൈസ കിട്ടുന്നത്. വിഷ്ണു എനിക്ക് കുറെ കാശ് മുടക്കിയിട്ടുണ്ടാവും. കാശൊരു വിഷയമല്ല അല്ലേ വിഷ്ണു? ഇല്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുണ്ടോ? അവർ ഓൾറെഡി 5-6 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? 25,000 കൊടുത്ത ആളായിരിക്കുന്നു. അതെ, പൈസ കൊടുത്തിട്ടുണ്ടോ സിനിമ അഭിനയിക്കാൻ? പിന്നെ എങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നത്? അത് ആ സമയത്ത് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പം ആരോ മറ്റേ സ്ത്രീവേഷമായിരുന്നു 80s ആയിരുന്നില്ലേ? മനസ്സിലായി. അതാണ്. അപ്പം കല്യാണിയുടെ ക്ലാസ് റൂം. അതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ട്. അത് ഒരു ഫെസ്റ്റിവൽ ഫിലിമാണ്, ഡാർക്ക് ഷെയ്ഡ്സ്. പക്ഷെ വലിയ ആഘോഷമായില്ല അത്. ഇല്ല അതാണ്. ഇതേപോലെ തന്നെ നടനാവണം എന്ന മോഹം കൊണ്ട് കൊച്ചിയിൽ വന്നിട്ട് പോഡ്കാസ്റ്റ് തുടങ്ങിയ ആളാണോ? ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ മുകളിലോട്ട് കയറിയാൽ മതിയോ? ഞാൻ ഇപ്പോഴും പറയുന്നു, കൂട്ടുകെട്ട് ശരിയല്ല.
വീട്ടിൽ ചോറ് തരാണ്ടായപ്പോ ഇവിടെ എന്തെങ്കിലും പണിയെടുക്കണല്ലോ, അതുകൊണ്ട് ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ കഞ്ഞി കുടിക്കുന്നു. ശരിക്കും പണിയെടുക്കുന്നില്ല. ഓക്കെ, അറിയിക്കേണ്ട സമയം. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. ഓക്കെ, അല്ല നിങ്ങൾ ഞാൻ നിങ്ങളുടെ ആ ഈ ഒരു തുടക്കം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴും നോർമൽ പോഡ്കാസ്റ്റ് പോയി ഇരുന്നിട്ട് എന്തെങ്കിലും വിളവിള പറയുന്നതിനപ്പുറം നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ മേഖലയിൽ ഒരു വ്യത്യസ്തമായ ഒരു മേഖല ഇതുമായിട്ട് ഒരു ബന്ധമുള്ള ഒരു വ്യത്യസ്തമായ ജോലി ചെയ്യുന്നവർ നിങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു, ഇത്രയും എഫേർട്ട് എടുക്കുന്നു, നിങ്ങളിത് ചെയ്യുന്നു, അതൊരു നല്ലൊരു തുടക്കമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ഈ കാണുന്നവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ റെഗുലറായിട്ട് കണ്ടുപോകും. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ പറഞ്ഞ പോലെ പൈസ ആവരുത്. വിജയന്റെ അടുത്ത് ജെനുവിനായിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്, എന്താണ് ജിഞ്ചു ഉദ്ദേശം? ഞങ്ങൾ ചിന്തിച്ച കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് വഴി ഇപ്പൊ ഇനീഷ്യലി ഈ ഒരു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇടിച്ചു കയറുക അങ്ങനത്തെ കാര്യങ്ങളൊന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കോഫി ടൈമിൽ നമുക്ക് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇവരെന്തിനാ ഇങ്ങനെ ഷൂട്ട് ചെയ്തേക്കുന്നത്, എന്തിനാ വീടിനകത്ത് കയറിയേക്കുന്നത് എന്നുള്ള ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. അപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് നേരിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. കാരണം നിങ്ങൾ ഇന്റൻഷ്യലി ചെയ്യുന്നവരായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ അടുത്ത് ചോദിക്കുന്നത്. അതായത് ഈ ഇപ്പോൾ റിവീൽ ചെയ്തു ഇനി എന്തെങ്കിലും റിയലൈസേഷൻ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ഇതുപോലെ ഒരു മീഡിയയിൽ ഭാഗമായതുകൊണ്ട്, എൻ്റെ ഒരു പാഷന് വേണ്ടി വർക്ക് ചെയ്തതുകൊണ്ട് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്ന സെഗ്മെൻറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് എത്തിക്സിന് എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ആൾക്കാരുടെ പേഴ്സണലി ഹേർട്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി, ഞാൻ എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഫാമിലിയുടെ ഒരു ഏറ്റവും മോശപ്പെട്ട സമയത്ത് ഒരു ഫാമിലിയുടെ അകത്ത് കയറി ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റിയലൈസേഷൻ ഞാൻ അങ്ങനെ ചെയ്യില്ല ആസ് എ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് പേഴ്സൺ എന്ന രീതിയിൽ അങ്ങനെ ചെയ്യില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലൊരു മോശം പ്രവണത എൻ്റെ ഭാഗത്ത് നിന്ന് വരെ ലൈക്ക് ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഞാനത് തെറ്റായി പോയി എന്ന് പറയുന്നൊരു സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അറിയാണ്ട് പോലും പറഞ്ഞത്, പക്ഷെ അയാൾക്ക് പിന്നെ അതൊരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു തമാശ അല്ലെങ്കിൽ ആ ഒരു കാര്യം വേറൊരു രീതിയിലാണെങ്കിൽ പോലും അയാൾക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി അങ്ങനെങ്കിലും എന്തെങ്കിലും ഈ ഷോസിലും അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്നതിനകത്ത് ഞാൻ കുറച്ചുകൂടെ അല്ലാണ്ട് റിയൽ ലൈഫിലും ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ? ട്രോൾ വീഡിയോസ് ഇഷ്ടമാണോ? ട്രോൾ വീഡിയോസ് ഇഷ്ടമാണ്. ഈ ആൾക്കാരെ ട്രോൾ ചെയ്യാൻ ഇഷ്ടമാണോ? ട്രോൾ മീൻസ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചില വീഡിയോസ് ഇടുന്നുണ്ട്, അത് സെൽഫ് ട്രോളായിട്ടാണ് ചാനലിൽ ഇടുന്നത്. ഇപ്പോൾ SRK ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കരുതുന്ന എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. അങ്ങനെ വീഡിയോസ് ഇടുന്ന ആൾക്കാർ വിജയ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർ ട്രോളുകൾ കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രോൾ ചെയ്യുന്നത് ഭയങ്കര എക്സ്ട്രീം രീതിയിലുള്ള ട്രോളുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം ഉബൈദ് ഇബ്രാഹിം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരായിരുന്നു ചെയ്തിരുന്നത്. അതിനൊരു ഡീസൻസി ഉണ്ട് അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ടോക്സിക് ലെവൽ കൂടി വരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഫ്ലഡല്ല ഉരുൾപൊട്ടലിന്റെ സമയത്ത് ഒരു പയ്യൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അവൻ ചിന്തിക്കുന്നത് അവൻ ട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അവൻ കളിയാക്കുകയാണ്, ഒരു റോസ്റ്റിംഗ് ആണെന്നൊരു ഫീലിലേക്ക് വരികയാണ്. അപ്പോൾ ആൾക്കാരുടെ ആ മെന്റാലിറ്റിനെ പറ്റി, കാരണം അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ആ മെന്റാലിറ്റിനെ പറ്റി ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി എല്ലാവരും ചെയ്യുന്ന റീച്ചിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവൻ അന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ചിരി കണ്ടിട്ട് അവനറിയാം, അല്ല അല്ലെങ്കിൽ ഇത് ചീത്ത വിളിക്കുമെന്ന് അവനറിയാം. പക്ഷെ അവൻ ഉദ്ദേശിച്ചതിന് മുകളിൽ അത് പോയി. അത് അവന്റെ കയ്യിൽ നിന്ന് പോവാന്ന് പറയുന്നൊരു ചെയ്ത് ന്യായീകരിക്കല്ല, എന്താണ് സംഭവിച്ചതെന്നുള്ള എനിക്ക് തോന്നിയൊരു കാഴ്ചപ്പാട് പറയാം. അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇത് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ വീഡിയോസ് ആണെങ്കിലും പല കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന വേർഡ് അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രോൾ ചെയ്യുന്നതിനകത്തെല്ലാം ഈ കാലഘട്ടത്തിന്റെ ഒരു ചിന്തയാണ്. നമുക്ക് ആ ബോധവും ആ വിവരവും ചിന്തയൊക്കെ എനിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടാവും, പെട്ടെന്ന് ഓർത്തെടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തമാശകൾ പറയാം, ഒരു റേസിസ്റ്റ് തമാശ പറയാം, അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യുക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനിടയിലോ നമ്മുടെ ചുറ്റിനോ നമ്മളടുത്ത് പറഞ്ഞു പോയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ അത് തെറ്റാണ് എന്നൊരു ബോധം വന്നതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ചിന്തിക്കും. പിന്നെ പ്രത്യേകിച്ച് ഷോസോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ ഒന്ന് ഇതാവും, നമ്മുടെ വായിൽ നിന്നത് വീഴരുതല്ലോ എന്നുള്ള സംഭവം. അങ്ങനെ ഞാൻ പറഞ്ഞു പെട്ടെന്ന്
പുറത്തെടുക്കാൻ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, നമ്മള് തമാശക്ക് അത് എന്താന്ന് വെച്ചാല് ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോ അവനെ ഒന്ന് കളിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അത് ആ രീതിയിൽ എടുക്കുമായിരിക്കും. പക്ഷെ അതൊരു വീഡിയോ സെഗ്മെന്റിലേക്ക് വരുമ്പോ പബ്ലിക്കിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഈവൻ അതിന് താഴെ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവൻ ഏതാണ് ഈ മറ്റേ പാണ്ടി, അങ്ങനെ എന്ത് ഇവനെ ആരാ ഇതിനെ കൊണ്ട് ഇരുത്തുന്നത്, ഇവൻ ഇങ്ങനെ ചെയ്യുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ സെൽഫ് ഒരു റെസ്പെക്റ്റും തരാതെ നമ്മുടെ ഈവൻ സ്കിൻ ടോണിനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലുക്കിനെ പറഞ്ഞുകൊണ്ട് ഒക്കെ കമൻറ്റിൽ ശരിക്കും താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ഓക്കെ, ആദ്യം എനിക്ക് സത്യം പറഞ്ഞ വിഷമമായിരുന്നു, നമുക്കത് എന്താ ഈ പറയുന്നത് അല്ലെങ്കിൽ എന്താന്നുള്ളൊരു സാധനം ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കത് മനസ്സിലായി, അത് ഞാൻ പറഞ്ഞ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായ ശേഷം അത് അവന്റെ ഫ്രസ്ട്രേഷനാണ്, റിയൽ നെയിം പോലും ആയിരിക്കില്ല എന്നുള്ള. പിന്നെ ഇപ്പൊ അത് നെഗ്ലക്റ്റ് ആണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് മണ്ടന്മാർ അറിയുന്നില്ല അതിന് എൻഗേജ്മെന്റ് കൂടുകയാണെന്നും യൂട്യൂബിലും ഫേസ്ബുക്കിലും അതിന്റെ റീച്ച് കൂടുകയാണെന്നുള്ള കാര്യം ഈ ഒരില്ലാത്തവന്മാർ അറിയുന്നില്ല. അതിന്റെ ഒരു മറുപടിയാണോ നമുക്കിപ്പോ കിട്ടിയ അവാർഡ്, കേരള ഇൻഫ്ലുവൻസർ? അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അഭിമാനം തോന്നിയൊരു ആണ്. അപ്പോൾ നമ്മള് ഞാനത് പറഞ്ഞില്ലേ തുടക്ക സമയത്ത്, ഞാൻ ആ തുടക്കം പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ, ഇവൻ എന്തിന് മെയിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി പോലും ഇല്ലായിരുന്ന ഒരു വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഇന്റർവ്യൂ എടുക്കാവൂ എന്നൊരു പോളിസി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അംഗീകരിക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു സാധനം, പെൺകുട്ടികളെ ഇന്റർവ്യൂസ് എടുക്കാവൂ, പെൺകുട്ടികളെ കൊണ്ടുവന്ന് മുമ്പിൽ ഒരു ഗസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇരുത്താവൂ എന്ന് പറയുന്ന, അത് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു ക്ലീഷേന്ന് ഒരാൺകുട്ടി വന്നിരുന്ന് നമുക്ക് കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയതിൽ അപ്പോൾ യാദർച്ഛികമായിട്ട് കിട്ടിയ ഒരു സാധനം കൂടെ ആയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. പേഴ്സണലി ഭയങ്കര ഒരു നമുക്കൊരു അച്ചീവ്മെന്റ് തോന്നുകയെന്ന് പറയില്ലേ. ഇപ്പം വിജയ് എപ്പോഴും ഒരു നമ്മളുടെ ആരാണോ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഗസ്റ്റിനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് താങ്കൾ ഇൻ്റർവ്യൂ എടുക്കാറ്. അപ്പം നമ്മളോട് മുമ്പേ ആർച്ച് സംസാരിച്ചിരുന്നു, അത് ഒരു ആ ആർട്ടിസ്റ്റ് ഒരു പക്ഷേ 10-12 ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷമായിരിക്കും താങ്കൾക്ക് ഇൻ്റർവ്യൂ തരുന്നുണ്ടാവും. അപ്പോൾ അവർ മെൻ്റലി ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ ശ്രീനാഥ് ബാസിൻ്റെ കാര്യമൊക്കെ ആർച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പ്രിക്കോഷനായിട്ട് താങ്കൾ എന്താണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആർട്ടിസ്റ്റിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക? ലൈക്ക് നമുക്ക് വേണ്ടുന്നൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കിട്ടാൻ സാധിക്കില്ലല്ലോ, കാരണം എനർജി ലെവലൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലാസ്റ്റ് അമലാപ്പോളുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ സാഹചര്യം നമുക്കറിയാം, ബേബി ഉണ്ട്. അപ്പോൾ അവർ അതിനെ അടുത്ത് ആ റൂമിൽ മാറ്റി വെച്ചിട്ടാണ് വന്നിരുന്നത്. ഇതുപോലെ ഞാൻ എടുക്കുന്നത് കണ്ട 9:30 രാത്രി, രാവിലെ തുടങ്ങിയതാ, ലാസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ആയിരുന്നു. അപ്പം ഇവർ വന്നിരുന്നു, ഭയങ്കര ടയേർഡാണ്. ബേസിക്കലി ആ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും നോർമലി സ്ത്രീക്ക് ഉണ്ടാവുമല്ലോ. ഇതിനോടെ ഞാൻ ഏറ്റവും ലേറ്റ് നൈറ്റ് ആയിട്ട് എടുത്തത് ദിലീപേട്ടനൊരു ഇൻ്റർവ്യൂ ഉണ്ട് 1:30 രാത്രി. മറ്റേ ഇദ്ദേഹത്തിന്റെ ഹോട്ട്സ്റ്റാർ വന്ന സിനിമ ഉണ്ടല്ലോ കേശു വീടിന്, അതിന്റെ പ്രൊമോഷൻ 1:30 എടുത്തിട്ടുണ്ട്. ഞാൻ ലേറ്റ് നൈറ്റിന്റെ പറഞ്ഞോണ്ടേ വന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ എടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ എടുത്തപ്പോൾ ഞാൻ വന്നിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ കൂടാന്ന് കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12-20 കൊടുത്താൽ സെയിം കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചോണ്ട് വരുന്നത്. വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു അപ്രീസിയേഷൻ അവർക്ക് കൊടുത്തു. ലൈക്ക് ഈ ഒരു സിനിമയോടുള്ള ഡെഡിക്കേഷൻ, പാഷൻ, ഈ കുട്ടിയെ മാറ്റി നിന്നിട്ട് പോലും നമ്മൾ വെറുതെ പറയുന്നതിനപ്പുറം അവരത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവരുടെ ഫേസ് പറഞ്ഞപ്പോഴത്തേക്ക് അവരെങ്ങനെ എനർജിയായി. അവർ ഓക്കെ, അതായത് ശരിയാണ്. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്, കിടന്നു നോക്കുമ്പോൾ ഓ ശരിയാണ് അതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരൊന്ന് എനർജിയായി. നമുക്ക് അങ്ങനെയുള്ള ടിപ്സ് യൂസ് ചെയ്യാം. ഓപ്പോസിറ്റ് ഇവര് മനുഷ്യരാണ്, അത്രേ ഉള്ളൂ. ആ ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇതെല്ലാം ഒരു ഷോ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം സ്ക്രിപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പറയുന്ന ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ മീഡിയ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് തരുമോ, അതോ തന്ന് ആ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കണം? ഇപ്പം നമ്മളെല്ലാം അവരെ കംഫർട്ടബിൾ ആക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ഒരു കണ്ടന്റ് അതിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രഷർ ചെയ്ത് ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കണം എങ്കിലേ നമുക്കൊരു വാല്യൂ അല്ലെങ്കിൽ നമുക്കൊരു റെക്കഗ്നേഷൻ കിട്ടൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രഷർ എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? എന്റെ സ്ഥാപനത്തിൽ പിന്നെ എന്റെ തലയ്ക്ക് മുകളിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തോന്നില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കുറെ പേരെ പ്രഷർ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ വന്നിട്ടില്ല, ഞാൻ ചെയ്യാറില്ല. ഇല്ല ഇല്ലാന്ന് പറയുന്നുണ്ട്. മീൻസ് എനിക്കല്ല, മീൻസ് പൊതുവെ നമ്മുടെ ഈ മേഖലയിൽ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ക്ലിക്ക് ബൈറ്റ്, 30 സെക്കൻഡ് റീല്, കണ്ടന്റ്, ന്യൂസ്. ഞാനിപ്പം ഇന്ന് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ 3 വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു നാളെ വരാൻ പോകുന്ന ഒരു മോഹൻലാൽ സിനിമയിൽ നിങ്ങൾ ഭാഗമാണ്. അപ്പോൾ മോഹൻലാൽ പ്രിയദർശൻ സിനിമ
വെറുതെ ദർശൻ സിനിമയില് നിങ്ങൾ 3 പേരും ഭാഗമാണെന്ന് കരുതുക. അപ്പൊ ആ ന്യൂസ് പുറത്തു വരികയല്ലേ, മനസ്സിലായി. പ്രിയദർശൻ മോഹൻലാൽ സിനിമ പുതിയതായി വരുന്നു എന്നുള്ള ഒരു സാധനം. ആ ന്യൂസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഒരുവിധം എല്ലാം ആ പ്രഷറും ഉണ്ട്. ക്വസ്റ്റ്യൻസ് കൊടുക്കൂടോ. പൃഥ്വിരാജിന്റെ വൈഫ് പറഞ്ഞ പോലെ ലൂസിഫറിന്റെ ഷൂട്ട് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചപ്പം എമ്പുരാന്റെ ഷൂട്ട് എവിടെ വരെ എത്തുമ്പോൾ അത് പൃഥ്വിരാജിനോട് ചോദിക്കണം. അത്രയും സ്ട്രോങ്. അത് ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആണ്. നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടറാണ്. അവരോട് ചോദിച്ചു വാങ്ങിക്കാന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഈ ഫീൽഡ് വൈസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഓഫ് ഫീൽഡായിട്ടൊരു കാര്യം, അതായത് വണ്ടി ഇഷ്ടമാണോ? വണ്ടി ഓടിക്കുക, റൈഡിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണോ? ഞാൻ സത്യസന്ധ ഒരു കാര്യം പറയട്ടെ, വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് പറയാം. അല്ല, എന്റെ ലൈസൻസ് ഉണ്ട്, ഞാൻ കാർ ഓടിക്കില്ല. ഓ, മലയാളി ഒരു സാധനം ഉണ്ടല്ലോ, ബൈക്കോ? ബൈക്ക് ഓടിക്കും. ഫൈഡറാണ്. അതെ അതെ, ജീവിത പ്രാരാബ്ദത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനത്തെ ആ സമയത്ത് ബൈക്ക് ഒരു റീലല്ല, ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, ഭയങ്കര വെൽ ഡ്രസ്ഡ് മറ്റേ റൈഡർ. അത് ഫോട്ടോഷൂട്ടല്ലേ, ഒന്നും ആവശ്യമില്ല. അത് മറ്റേ ജാക്കറ്റ് കിട്ടിയിട്ട് ഇല്ല സീനാ കരിക്കിനകത്ത് കണ്ണഞ്ചാള. അല്ല, ഇപ്പം മനസ്സിലല്ലേ, കൺവിൻസിങ് ആക്ടറാണ്. പ്രോ റൈഡർ ആയിട്ടാണ് നിങ്ങൾ ആയിട്ടാണ് ചിന്തിക്കുന്നത് അല്ലേ? പ്രോ റൈഡർ ഞാനും വൈഫൂടെ ഒരു കഴിഞ്ഞ മുമ്പത്തെ ശനിയാഴ്ച ഇവിടുന്ന് കൊല്ലം വരെ എൻ്റെ ഫസീനുണ്ട്. അപ്പൊ അത് വൈഫിന്റെ ഞാൻ അവിടെ നിന്ന് വരെ പോയി. നടുവേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ഈ തലയാണ ജാരി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ റൈഡറാണോ ഒരു ജാക്കറ്റ് ഇട്ടുകൊണ്ട് ആ ഒരു റൈഡർ ആവില്ലെന്ന് മനസ്സിലാക്കണം. കബളിക്കപ്പെടുന്ന സൊസൈറ്റി, അത് ഞാൻ വലിയൊരു ഇതാണ് കാണിക്കുന്നത്. ഞാൻ പക്ഷെ ഭയങ്കര ജെന്യൂൻ ആയതുകൊണ്ട് ആൾക്കാർ ചെയ്യുന്നതെല്ലാം ഞാൻ വിശ്വസിച്ചു പോകും. അത് വളരെ വലിയൊരു പ്രശ്നമാണ്. അത് വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് സംസാരിക്കാം. ഇവിടെ സംസാരിക്കണ്ട, അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യവും റിവീലിംഗും കൂടെ ഒരുമിച്ചാണ് ഇപ്പൊ ആക്ച്വലി എളുപ്പമായില്ലേ? അതെ, വളരെ എളുപ്പമായി. അപ്പൊ നമുക്ക് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നൈസായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യും. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ വിജയ് ചെയ്തിട്ട് ഇപ്പം മിസ്റ്റേക്ക് പറ്റിയതിന്റെ കാര്യം മറ്റതും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഓർമ്മയിലില്ല. നാളെ ഇത് കണ്ടിട്ട് ഒരുത്തടാ നീ ഇത് പറഞ്ഞില്ലടാ നമ്മളത് എഴുതിയിട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാനിപ്പോ അത് തെറ്റായെന്ന് തന്നെ അംഗീകരിക്കുന്നു. നമ്മൾ ആ ഉദ്ദേശിച്ച രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇതൊക്കെ ഇങ്ങനെ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കൂട്ടുകാരന്മാര് പോയിന്റ് ഇട്ട് ഏതെങ്കിലും വീഡിയോ ഇറക്കുകയാണെങ്കിൽ അത് കൂട്ടുകാരാണ് വിഷയം, നമുക്ക് ഇടിക്കുക. അല്ല, ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാല് വിജയ് അവരെ ഫാമിലിന്ന് തന്നെ വരുന്നു കുറെ കമന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് വേണം. ഭാര്യയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു കമന്റ് വരില്ലല്ലോ ഇതുവരെ. അറിയാൻ കഴിഞ്ഞു, അത് നേരിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിന് മീഡിയ കമന്റ് ബോക്സ് വേണ്ട. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചെയ്ത് മറ്റൊരാളെ അത് മനസ്സിലാക്കിയിട്ട് അവർക്കൊരു കറക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ്, അല്ലെങ്കിൽ എന്നെ കണ്ട് പഠിക്കാനല്ല, ഞാൻ ചെയ്യുന്നത് വഴി മറ്റൊരാൾക്കൊരു ഇൻസ്പിറേഷൻ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ഇൻസ്പിറേഷൻ ഞാൻ പറയാം, എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ. ഇങ്ങനെയുള്ളവർ ഇപ്പം ഞാൻ വന്ന് അല്ലെങ്കിൽ സാധ്യത ഉണ്ടല്ലോ, നമ്മളത് എത്തിപ്പെടുക, അല്ലെങ്കിൽ അതിലേക്ക് വരുന്നവർക്ക് ഉണ്ടാകുന്ന ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അത് എത്രത്തോളം എങ്ങനെയൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട് അങ്ങനെ വരുന്നവർക്ക് വന്ന് ഷോ ചെയ്യാനും ഈ പറഞ്ഞ ഓഡീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ അല്ല, ഈ പറഞ്ഞ പോലെ ഈ മീഡിയയിൽ തന്നെ വന്ന് അവർക്കൊരു ഫസ്റ്റ്, ഇപ്പം നിങ്ങളിപ്പോൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ്, നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ ചെയ്യാനൊരു പ്ലാറ്റ്ഫോമോ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം. പക്ഷെ ഞാൻ ചെയ്യില്ലടാ, ആഗ്രഹം മാത്രമാണ്. സീരിയസ്ലി പറയാം. ഇപ്പം ഞാൻ പറയാറ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ട് ഷോ നമ്മൾ പുറത്തൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഒപ്പേറ ഷോ എന്നൊക്കെ പറയുന്ന പോലുള്ള സ്പേസ്, ലൈക്ക് ഒരു വേദി എന്ന് പറയുന്ന ഒരു അത് ആ മേഖലയിൽ ഇതുപോലെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് വന്നിരുന്ന് നിങ്ങളുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഷോ ചെയ്യാനോ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പൈസ ഇല്ലാതെ, നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, നിങ്ങളുടെ കണ്ടന്റ് കൊണ്ടുവന്ന് ചെയ്തിട്ട് ആ കണ്ടന്റ് നിങ്ങൾ എടുത്തോളൂ.
അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റവന്യൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഇറ്റ്സ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പോട്ടൻ ചിന്താഗതിയിലുള്ള എത്രത്തോളം പ്രാക്ടിക്കൽ എന്ന് എനിക്കറിയില്ല. ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടോ വിജയുടെ സൈഡിൽ നിന്ന് അത് ചെയ്യാൻ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പലരോട് സംസാരിച്ചിട്ടുണ്ട്. പലരും എന്നോട് വന്നിട്ട് നമ്മളോട് ചോദിക്കും ഇങ്ങനെ ഇതാ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആശയം പറയും. അപ്പൊ അവരൊപ്പം തന്നെ പറയും ഓക്കെ ബൈ എന്ന് പറയും. എന്റെ 10 ലക്ഷം നിനക്ക് തമാശ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് നല്ലത് സംഭവിക്കട്ടെ. നല്ലൊരു എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇങ്ങനെ കളിച്ച് നിൽക്കുന്ന ഒരു സാധനം. അത് ഈ പറയുന്ന ഇപ്പോഴുള്ള ചെറിയ ചെറിയ നമ്മുടെ ടോക്സിസിറ്റി ഒക്കെ മാറ്റി നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ താല്പര്യം. അങ്ങനെയൊക്കെ വരും മാറുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല അങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് തോന്നി. ഇപ്പൊ നമുക്കറിയാം ഇത് ശരിയല്ല, അത് ചെയ്തത് തെറ്റാണ് അറിയാവുന്നിടത്തോളം കാലം നമുക്ക് അതിനെ എതിർക്കാൻ. ഞാൻ പറയട്ടെ, പണ്ട് ഉണ്ടായിരുന്നു ഈ മഞ്ഞപത്രം എന്ന് പറയുന്ന ഒരു സാധനം. നമ്മള് ഈ ഗോസിപ്സ് ഈ സാധനങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നിരുന്ന മീഡിയ അന്ന് ഉണ്ടായിരുന്നു. ഈ മഞ്ഞപത്രം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ശരിക്കും ഈ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെ അല്ല മഞ്ഞപത്രം എന്ന് പറയുന്നത്. അന്ന് ഈ സായനങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഈ പേപ്പറിൻ്റെ ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ മെയിൻ സ്ട്രീം മാതൃഭൂമി മനോരമയുടെ ഒക്കെ പേപ്പർ ക്വാളിറ്റി വേറെയാണ്. സായനപത്രങ്ങളുടെ പേപ്പറുകൾ എന്ന് പറയുന്നത് ലോ കോസ്റ്റ് പേപ്പേഴ്സാണ്. അതിനൊരു മഞ്ഞ ഷെയ്ഡ് കാണും. ഇവർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. തീപ്പന്തം എന്നൊക്കെ പറയൂലേ ആ സംഭവം അല്ലേ? അല്ല ഇവരുടെ കാലഘട്ടത്തിൽ അല്ലല്ല, ആ കാലഘട്ടത്തിൽ മറ്റേ എഴുത്തോലയായിരുന്നു. പഴയ കാലഘട്ടത്തിൽ എഴുത്തോലയിലുള്ള പരിപാടിയാണ്. അല്ല ഞങ്ങൾ ന്യൂജൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും പഴയത് അറിയാത്തോണ്ട് കണ്ടാ പറയും. എന്ത് കണ്ടാ പറയൂന്ന്? എന്ത് പ്രായം ഉണ്ടെന്ന്? അല്ല ന്യൂജൻ ആണോ പഴയ ജൻ ആണോ ജെൻസി ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. 2000 കഴിഞ്ഞിട്ടുള്ളൊരു ജനിക്കാനിരിക്കുന്ന വിഭാഗം ഉണ്ടല്ലോ. അപ്പൊ അതാ മിസ്റ്റർ സെബിനെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? നമ്മൾ ടോപ്പിക്ക് മാറി. എനിക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള അപ്പിയറൻസ് വെച്ചിട്ടല്ലോ അപ്പിയറൻസ് കുറച്ച് മുത്തച്ഛനെയാണ് എനിക്ക്. എന്തൊരു മനസ്സിലായി അതെ ചോദിച്ചതിനെല്ലാം ഞാൻ വളരെ ബഹുമാനത്തോടെ നിങ്ങൾ ചോദിക്കുമ്പോൾ ശത്രുവിന്റെ ശത്രു ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോ അതൊരു നല്ലൊരു ഇതായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല എന്നാലും നന്നായിരുന്നു. നടക്കില്ല. അതാണ് നമ്മുടെ ജെനുവിറ്റി. എല്ലാം അങ്ങനെ അങ്ങോട്ട് പോകും. അതെ അങ്ങനെ തന്നെ പോട്ടെ. ഈ പറഞ്ഞ പോലെ കാണുന്നവന് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നൊരു ഈ എന്തെങ്കിലും ഒരു സാധനം കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. ആ ജെനുവിനിറ്റി കീപ്പ് ചെയ്താൽ ഇതൊരു വലിയ അല്ലെങ്കിൽ നല്ലൊരു സക്സസ് ആയി മാറട്ടെ. നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഓണസ്റ്റ്ലി ഞാൻ തമാശ പറഞ്ഞതല്ല. വെറുതെ നിങ്ങൾ കാര്യം വെച്ചാൽ നമുക്കൊരു മീഡിയ തുടങ്ങാം അല്ലെങ്കിൽ കമ്പനി തുടങ്ങാവുന്നതിനപ്പുറം നിങ്ങളൊരു പണിയെടുക്കുന്നതിനിടയിൽ വന്നിത് ഈ ഇനിഷ്യേറ്റീവ് തുടരെ ഉണ്ടാവണം. ഒരു 4 മാസം കഴിഞ്ഞ് വിളിച്ചു ചോദിക്കുമ്പോഴും ഞാൻ പേരെടുത്താണല്ലോ അവർ രണ്ടുപേരും എവിടെയാണെന്ന് വാട്സപ്പ് എന്റെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു എന്നൊരവസ്ഥയിലേക്ക് മാറാ. അനുഭവം വെച്ച് പറഞ്ഞാണോ? പിന്നെ ഞങ്ങൾ കമ്പനി എന്തോരം പ്രോഡക്ട്സ്. അതെ ഞങ്ങൾ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ തുടക്കത്തിൽ നിങ്ങൾ നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എക്സ്ട്രീം സ്ട്രഗിൾ. ചില സമയത്ത് ചിലപ്പോൾ ഈ ഇതൊന്നും ഞാൻ കുറ്റം പറയല്ല, ഉണ്ടാവുമല്ലോ. അല്ല സത്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എടാ അങ്ങനെ ഉദ്ദേശിച്ചത് നമ്മൾ എവിടെ കൊള്ളിക്കാത്ത രീതിയിൽ വേണം ഉത്തരം പറയാൻ. ഡോക്യുമെന്ററി അപ്പൊ അതില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളെ സന്തോഷിക്കാൻ വേണ്ടി ഇത് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ ഒരു ഇന്നടുത്ത് പോയി കറങ്ങാൻ നിങ്ങളൊരു എമൗണ്ട് ചെലവാക്കുന്നുണ്ടോ? ആ എമൗണ്ട് ചിലപ്പോൾ ഇതിന് ചെറിയ കാര്യമല്ല. ഇത്രയും സെറ്റപ്പ് അല്ലെങ്കിൽ മൈക്കൊക്കെ എന്നൊക്കെ പറയുന്നത് ഇത് ഫോറിനാണ് ചേട്ടാ. അപ്പോൾ ഈ മൈക്കൊക്കെ വെച്ച് വേറെ ചില്ലറ കാര്യമല്ല, ശരിക്കും ഇത് പ്രവർത്തിക്കുന്ന മൈക്കാണ്. സാധാരണ ഞങ്ങൾ പറ്റിക്കാനാണ് വെക്കാറ്. എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ സെറ്റപ്പിലൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ അതൊരു പാഷനായിട്ട് ഇതിനെ കണ്ടാൽ ഉറപ്പായിട്ടും ഇവൻ 1 ഇയർ കൊണ്ട് നിങ്ങൾ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗംഭീര പോഡ്കാസ്റ്റ് ടീമായിട്ട് മാറും.
പാഷൻ ആണെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നത് പാഷൻ ആണെങ്കിൽ ക്രൗഡ് കുറച്ചുകൂടി കൈയടിക്കും. ഞാൻ പറയാം, നിങ്ങൾ ഒരു വർഷം ഞാൻ എഴുതി തരാം, വേണമെങ്കിൽ അടുത്ത വർഷം നമുക്ക് വീണ്ടും 1 year ആഘോഷിക്കും, വേണം ഞാൻ വരാം. എഴുതി തരുന്നോ, ഇത് നിങ്ങൾ പാഷനായിട്ട് കണ്ട് മുന്നോട്ട് കൊണ്ടുപോയി വ്യൂ നിങ്ങൾ മൈൻഡ് ആക്കാതെ അല്ലെങ്കിൽ പറയുന്ന കമൻറ്റ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെ സ്പോട്ടിഫൈ നോട്ട് ചെയ്യും. സ്പോട്ടിഫൈ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും, യൂട്യൂബ് ചെയ്യും, ഫേസ്ബുക്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, എല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. പക്ഷേ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നിങ്ങളോടൊന്നല്ല എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ, മറ്റേ സന്തോഷേട്ടൻ പറഞ്ഞ പോലെ എന്താണ് പാഷൻ അത് വെറുതെ പറഞ്ഞല്ല കേട്ടോ. ബി ഓണസ്റ്റ്ലി ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങളതിനെ പാഷനായിട്ട് കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ 100% സക്സസ് ഉണ്ടാവും. സ്ട്രഗിൾ ഉണ്ടാവും, പട്ടിണി നടക്കേണ്ടി വരും, കയ്യിൽ നിന്ന് കാശ് പോവും, ചീത്തവിളി കേൾക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനപ്പുറം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും സന്തോഷം ഉണ്ടെങ്കിൽ ഇറ്റ്സ്, ഞാൻ 100% പറയുന്നത് സക്സസ് ആവും. അതെ, ഞങ്ങളും അതാണ് പ്രതീക്ഷിക്കുന്നത്. സക്സസ് ആവട്ടെ. പിന്നെ എന്തായാലും വിജയ്ക്കൊരു ചാനലുണ്ട്, അപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ വരുന്നത്. തീർച്ചയായും വളരെ സന്തോഷത്തോടു കൂടി ഞാനത് ചെയ്യാം. അഭിമാനം ഞാനത് കട്ട് ചെയ്യും, ഞാൻ അത് വേണ്ടെന്ന് പറയാം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? താങ്കളെ പോലെ അത്ര തെറ്റല്ല. ഒരു 2 മണിക്കൂർ കൊണ്ട് ആളെ പിടികിട്ടി. വിഷ്ണു, അടുത്ത സെഗ്മെന്റ് കമോൺ. അത് ഇനി എന്നിലേക്ക് അടിക്കാനല്ലേ? അതല്ല, ഞാൻ അടുത്ത സെഗ്മെന്റ്, അടുത്ത തീർന്നിട്ടില്ലല്ലോ. തീർന്നിട്ടുണ്ട്, അതുപോലും കൺക്ലൂഡ് ചെയ്തിട്ടില്ല. കൺട്രോൾ ചെയ്ത് പഠിച്ചു വെച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. ഇവര് 3 ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് വന്നിട്ടുള്ളൂ, 2 പേജ് എന്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഞാൻ ആരോട് പോയി ചോദിക്കും? ഒരു കാര്യം ചെയ്യാം, വോയിസ് നോട്ട് അയക്കും. ഇത് നമ്മൾ തമ്മിൽ മാത്രം ഇങ്ങനെ ആരോടെങ്കിലും മറ്റേ ഇന്നസെന്റ് മറ്റേ സിനിമയിലൊക്കെ രാത്രി ഉറക്കെ പോയി നിന്നിട്ട് സംസാരിക്കുന്ന രാത്രി കാക്കനാട് മലയുടെ മേളം അത് വേണ്ട, വേണ്ടല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. യെസ്, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, അടിപൊളി ആവട്ടെ. കുറച്ചുകൂടി നന്നായിട്ട് കുറച്ചുകൂടി ലെങ്തി ആവണമെന്നുണ്ട്, പക്ഷെ സമയപരിധി, നിങ്ങൾ ബിസി ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ. അത് പിന്നെ എടുത്ത് പറയണം. അതെ, അല്ല നമുക്ക് ഇത് ഓടട്ടോ, നമുക്ക് ഇനിയും അടുത്ത സെഗ്മെന്റ് പറഞ്ഞ പോലെ അല്ല അങ്ങ് ഓടട്ടെ. നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോട്ടെ, പല ഗസ്റ്റുകൾ വരട്ടെ, നമുക്ക് വരുന്ന മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വീണ്ടും കറങ്ങി തിരിഞ്ഞ് സെറ്റ്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് സൂക്ഷിച്ചോളൂ, നമുക്ക് അടുത്ത് തന്നെ നോക്കാം. അങ്ങനത്തെ ചോദിക്കാം. 20 ഗസ്റ്റുണ്ട്, 3 ഗസ്റ്റുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്ന എന്ത് ചെയ്യും? ഞാൻ പോയി തപ്പണം, ആ ഒരു അവസ്ഥയല്ലേ? അപ്പൊ കണ്ടുപിടിച്ചിട്ട് അടുത്ത തപ്പിയാൽ മതി. അടുത്ത ഗസ്റ്റ് പ്ലാൻ ഉണ്ടോ, അതോ ഈ മേഖലയിലുള്ള ഇന്റർവ്യൂ ആദ്യത്തെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇന്റർവ്യൂ വിത്ത് ഇന്റർവ്യൂവേഴ്സ് ആണ്. ഒരു ടൈറ്റിൽ കൊടുത്തേക്കുന്നതിൽ ഇന്റർവ്യൂ ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, പോഡ്കാസ്റ്റ് 2 മിക്സ് ആണ്. ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി ഇത്ര ധൈര്യത്തോടു കൂടിയുള്ള ഇന്റർവ്യൂവേഴ്സ് ആയിട്ടുള്ള, അപ്പൊ അങ്ങനെയുള്ളവർ വരണം. അങ്ങനെ വന്ന് അവരിരുന്ന് അവരെ ഞങ്ങൾ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കി വിടും. നല്ല സോഫ സെറ്റ്, നല്ല മൈക്ക്, മധുരമുള്ള ചായ, മധുരമുള്ള പായസം. താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയണ്ടോ വേറെ? ഭാരത് മാതാ കി ജയ്. ഓക്കെ, ബൈ പറയാം. ഓക്കെ, ടാറ്റാ, ബൈ. അപ്പോ ഓക്കെ, ബൈ. ഇപ്പൊ നമ്മള് ചേട്ടനെ ഭയങ്കര വിജയനെ അങ്ങനെ കംഫർട്ടബിൾ ആക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഇടയ്ക്ക് നമ്മളൊന്ന് കംഫർട്ടബിൾ ഞാൻ ചോദിക്കാം, ഞാൻ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരുപാടില്ലെങ്കിലും ചോദിക്കാൻ മാറി. ഹായ് ഓൾ. അപ്പോ അയ്യോ സോറി, ഓക്കെ.